ഭക്ഷണമെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പാചകം ചെയ്താണ് കഴിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നൊരു സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇന്നും അങ്ങനെയാണ്. രാവിലത്തെ ഫുഡ്, ഉച്ചത്തെ ഫുഡ് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് വച്ച് ഈ ഉച്ച സമയത്ത് ഏതെങ്കിലുമൊക്കെ വഴിയരികിൽ എവിടെയെങ്കിലും നമ്മൾ ചെന്നിരുന്ന് അവിടെ കാറും നമ്മുടെ ബൈക്കൊക്കെ ഏതെങ്കിലും ഒരിടത്ത് ഒതുക്കി വെച്ച് അതിലിരുന്നൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇന്നലെ ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ഒക്കെ അടിപൊളിയായിരുന്നു. പക്കയായിട്ട് വൈബായിരുന്നു. ഏകദേശം രാത്രി 12 മണി വരെ ഞാൻ തീരെ മൂട്ടിലായിരുന്നു, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നല്ല ചില്ലായിട്ടുള്ള ഒരു സ്പേസാണ്. ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ വീടിൻ്റെ മുൻവശത്ത് വളരെ വിജനമായിട്ടുള്ള തുറസായി കിടക്കുന്ന ഒരു സ്പേസാണ്. അതിനപ്പുറം ഒരു വലിയ മലയാണ്. അപ്പോൾ ഈ മലകളുടെ ഇടയിൽ ഇങ്ങനെ നിറയെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഫുള്ള് കോടയാണ് കേട്ടോ. കോട മഞ്ഞിങ്ങനെ കയറി വരികയാണ്. ഞാൻ രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഇത്രയും കോടയില്ലായിരുന്നു. കാരണം ഈ മലകളുടെ ഇടുക്കുകളിൽ മാത്രമായിരുന്നു ഈ മഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ കോടയാണ്. ഇവിടെ ഇങ്ങനെ കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. മലകളെല്ലാം നിറയെ കോടയാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ ഒന്ന് ചില്ലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചോ.